എവിടാന്നോ ഒന്നും പറയാതെ കണ്ണൂർ ഒരു സ്ഥലത്തിന്റെ ജസ്റ്റ് വെറുതെ ഒരു സ്റ്റോറി എടുത്തിട്ട് പറയാതിരിക്കാൻ വയ്യ. ഞാൻ സത്യം പറയല്ല, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യം എനിക്ക് തിരുത്തി പറയാനുള്ള ഒരു കാര്യം ഞാൻ പറയണേ. ഞങ്ങള് ഞാൻ ആ സ്റ്റോറി എവിടെയാണെന്നോ ഒന്നും ഇട്ടില്ല. ജസ്റ്റ് അവന്മാര് റോഡ് പണി നടക്കുന്നതിന്റെ ഒരു പില്ലറിന്റെ ഇത് വെച്ച് ഐഡന്റിഫൈ ചെയ്ത് ആ സ്പോട്ടില് ഒരു 40 പിള്ളേരെങ്കിലും വന്നിട്ടുണ്ടാവും. ഞാൻ വെറുതെ പറയണല്ല, അന്ന് എന്നെ അവിടെ വന്ന് കണ്ട ഒരുപാട് പേരുണ്ട് കേട്ടാ. ആനന്ദ് അണ്ണാ പവറല്ലേ ഗൈസ്, ഇവൻ വന്ന് ആനന്ദ് വന്ന് നമ്മുടെ ഈ സൂപ്പർ ചാറ്റ് ചെയ്യുന്ന ആനന്ദ് ഇവന്റെ വണ്ടിയും കൊണ്ട് വന്ന്. ഞാൻ സത്യം പറയാലോ, ഒരു 40 പിള്ളേരെങ്കിലും വന്നിട്ടുണ്ടാവും. ആ പിള്ളേരെല്ലാരും വന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് ആളെയൊക്കെ വിളിച്ചോണ്ട് ഒരു പയ്യൻ ഉറയും കിടന്നിരുന്ന ഷോറൂമിൽ നിന്ന് ഒരു പയ്യനെ കൊണ്ട് നേരെ വന്നു കേട്ടാ. നേരെ ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് ഇത് ഞാൻ ലൈവിൽ എടുത്തു പറയാനുള്ളൊരു മെയിൻ കാര്യം പറയട്ടെ ഗൈസ്. ഞാൻ വണ്ടി അവിടെ നിർത്തിയ സമയത്ത് ഒരു പരിചയമില്ലാത്ത, ഞാൻ യൂട്യൂബർ ആണെന്നും ഒന്നും അറിയാത്തൊരു റാൻഡം ചേട്ടൻ ആ വണ്ടിക്കകത്ത് വന്ന് ഇടപെട്ട് കേട്ടാ. പുള്ളി വന്ന് ഇടപെട്ടിട്ട് പുള്ളി ആദ്യമേ തൊട്ടേ അവിടെ വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വരുന്നതിന് മുമ്പേ പുള്ളിക്ക് എന്തൊക്കെയോ അറിയാം, പക്ഷെ അങ്ങനെ ശരിയാക്കാനൊന്നും അറിഞ്ഞൂടാ. അപ്പൊ പുള്ളി അവിടെ വന്നിട്ട് നമ്മുടെ കൂടെ വണ്ടി ശരിയാവുന്നിടം വരെ പുള്ളി അവിടെ നിന്ന് കേട്ടോ. പുള്ളി സൈഡിൽ നിന്ന് ആൾക്കാരെല്ലാം നിന്ന്. അപ്പം ഞാൻ ബാക്കി വണ്ടി ശരിയാക്കി ആൾക്കാരുടെ പേയ്മെന്റ് എല്ലാം കൊടുത്ത് എല്ലാം കഴിഞ്ഞ ശേഷം പുള്ളിക്ക് ഞാനൊരു 500 രൂപ കൊടുത്തു. ഞാൻ ഇങ്ങനെ 500 രൂപ എടുത്തിട്ട് ചേട്ടാ ഇത് വെച്ചോ, താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് ഇത്ര നേരം നിന്നതിന് ഇതെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്ക് എന്നെ അറിഞ്ഞൂടാ, പുള്ളിക്ക് എന്നെ യൂട്യൂബർ ആണെന്നും ഒന്നും അറിഞ്ഞൂടാ കേട്ടോ. പുള്ളി അന്നേരം 500 രൂപ എടുത്തപ്പോൾ പറഞ്ഞു, പൈസ ഒന്നും വേണ്ട മോനെ, എനിക്ക് പൈസ ഒന്നും വേണ്ട, ഒരു കാര്യം ചെയ്ത് തൊട്ടപ്പുറത്ത് എന്തോ പള്ളിയോ എന്തിൻ്റെയോ ഒരു ഇതുണ്ട്, അത് അവിടെ ഡൊണേഷൻ ആയിട്ട് കൊടുത്തു, അല്ലെങ്കിൽ അതിനകത്ത് ഇട്ടോ, എനിക്ക് പൈസ ആയിട്ടൊന്നും വേണ്ട, തരാൻ ഉദ്ദേശിച്ചതല്ലേ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞിട്ട് പോയി. സത്യം പറയാലോ, ഞാൻ അന്ന് കുറെ നല്ല മനുഷ്യന്മാരെ കാണാൻ പറ്റി സത്യമായിട്ടും. അതെനിക്ക് പേഴ്സണലി അന്ന്